ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലേ ആൻഡ് ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. ഈ ബീച്ചിൽ കുറച്ച് നേരം കറങ്ങിയിട്ട് കടലുണ്ടി പക്ഷി സങ്കേതത്തിൽ പോകാമെന്നും പ്ലാൻ ചെയ്താണ് ഇന്നത്തെ യാത്ര. അപ്പോൾ കുട്ടികളൊക്കെ ബീച്ചിലേക്ക് നടന്നു. അവർക്ക് സ്കൂൾ അവധിയായത് കാരണം ഏതെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഇന്ന് പുറപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലും കടലുണ്ടിയിലേക്കുമുള്ള യാത്രയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ കടലിലെ കാഴ്ചകൾ കണ്ട് കുട്ടികളങ്ങനെ ഓടിച്ചാടി കളിച്ച് നടക്കുകയാണ്. തിരമാലകൾ വരുന്നത് അവർ അത്ഭുതത്തോടെ നോക്കിയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. സിധു ഓടിക്കളിക്കുകയാണ്. പൊന്നും മോളും ചിത്രം വരെ മാറ്റി നിർത്തി അവരും സിധുവിൻ്റെ കൂടെ ഓടിക്കളിക്കാൻ കൂടി. സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് കടലുണ്ടിയിൽ പോകണം. കുറച്ചു നേരം ഇവിടെ കറങ്ങിയിട്ട് കടലുണ്ടിയിൽ പോവാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അവർ തിരമാലയിൽ കളിക്കുക തന്നെയാണ്, ഞങ്ങൾ ബേക്കിലും. ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് വേണം കടലുണ്ടിയിലെത്താൻ. കടലുണ്ടിയിൽ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാ തോണി ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വക്കത്തേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള തോണിയും റെഡി ആയിട്ടുണ്ട്. ഒരു ട്രിപ്പ് അതാ പോകാൻ നിൽക്കുന്നു. നല്ല മനോഹരമായൊരു സ്ഥലമായിരുന്നത്. ഞങ്ങൾ കരയിൽ കാത്തിരുന്നു ഞങ്ങൾക്കുള്ള വണ്ടി വരാൻ വേണ്ടി. അപ്പോൾ അവിടെ മറ്റുള്ള തോണികൾ ആളുകളെയും വഹിച്ചുകൊണ്ട് യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾക്കുള്ള തോണി വരാനായി. ഞങ്ങൾ ആ സമയം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി കരയിൽ നിന്നു. ഇത് ഞങ്ങൾക്ക് നല്ലൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. ആ തോണിയിൽ കുട്ടികളെല്ലാം ഒരുമിച്ച് കായലിലൂടെ ഇങ്ങനെ നീങ്ങിപ്പോയി. രണ്ട് കരയിലെയും കാഴ്ചകളും കണ്ട് കണ്ടൽ കാടിലൂടെയാണ് ഈ യാത്ര. തോണി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടുകാരല്ലേ ഇപ്പൊ ഇവിടെ പോയത്. ഇവിടെ പല പാക്കേജുകളും ഉണ്ട്. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് തോണിയിൽ മാത്രം പോകാനുള്ള പാക്കേജുകളുണ്ട്. പിന്നെ ഇവരുടെ തന്നെ ഫുഡ് അടക്കമുള്ള പാക്കേജുകളുണ്ട്. ഫുഡിൽ നല്ല ഫുഡാണ് ഇവരുടെ ഫുഡ്. ഞണ്ടുണ്ട്, കരിമീനുണ്ട്, പിന്നെന്താണ് കപ്പയുണ്ട്, ചപ്പാത്തി, എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഈ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തോണിയിൽ കയറിയത്. തോണിയിൽ കയറിയിരുന്ന് ഞങ്ങൾ പുറത്തെ കാഴ്ചകൾ കണ്ടങ്ങനെ കായലിലൂടെ യാത്ര തുടർന്നു. തെങ്ങുകൾ ഫസ്റ്റ് കാണുന്നത് തെങ്ങുകളാണ്. അപ്പുറത്തതാ ഞങ്ങളെ മുന്നിലത് തോണിക്കാർ പോകുന്നുണ്ട്, ഇതേപോലെ ഞങ്ങളെപ്പോലെ വന്നവർ. കുട്ടികളും ഫാമിലിയുമായിട്ട് ചുറ്റിക്കറങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. എല്ലാ സെറ്റപ്പും ഉള്ളൊരു സ്ഥലം. ഞങ്ങൾ വന്നത് വേനൽക്കാലത്താണ്.
അപ്പോൾ നമുക്ക് ഷോർട്ടിനും വേണമല്ലോ. സിധുവും പൊന്നും മോളൊക്കെ ലൈഫ് ജാക്കറ്റ് ഇട്ട് തോണിയിലിരുന്ന് യാത്ര ആസ്വദിക്കുകയാണ്. യാത്രയിൽ ഞങ്ങളെ തോണി കൊണ്ട് വഹിച്ചു പോകുന്ന ആൾ ഈ കായലിനെ കുറിച്ചും കായലിൻ്റെ കഥകളും കണ്ടൽ കാടിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നു. 27 പരം കണ്ടൽ ചെടികളുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഈ യാത്രയിൽ തന്നെയാണ് നമ്മൾ പക്ഷി സങ്കേതങ്ങളും കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കായലിലെ കാഴ്ചകളും കണ്ട് അങ്ങനെ യാത്ര തുടർന്നു. അക്കരയാണെങ്കിൽ ആ കടലിൻ്റെ അക്കരതാ ആളുകൾ നിൽപ്പുണ്ട്. ആളുകൾ അവിടെ നിന്ന് സംസാരിക്കുന്നതും തോണിക്കാരനോട് സംസാരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക രസം. ഞങ്ങളങ്ങനെ യാത്ര തുടർന്നപ്പോഴാണ് ആ പാലത്തിനടുത്തായിട്ട് തോണിയിൽ ചൂണ്ടയിടുന്നത് കണ്ടത്. ചൂണ്ടയിടുന്നവരോട് മീൻ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അവർ വെള്ളത്തിലിറക്കി വെച്ച മീനിനെ പൊക്കി കാണിച്ചു തന്നു. എല്ലാം ഒരു രസമുള്ള അനുഭവമായിരുന്നു. ആ പാലത്തിൻ്റെ അടിയിലൂടെയാണ് ഇനി ഈ തോണിക്ക് പോകാനുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നവരോട് ഒരിക്കൽ കൂടി പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. ഇതാണ് മീൻപിടുത്തക്കാർ. തോണി ഇവിടെ ഈ പാലത്തിനടുത്ത് വെച്ചിട്ട് അവർ മീൻ ഈ മീൻ തന്നെ നമുക്ക് ഇവരുടെ ഇതിൽ വന്നാൽ നമുക്ക് മീൻ ഫ്രഷ് മീൻ കഴിക്കാൻ കിട്ടും. കായൽ മീൻ, ഞണ്ടും എല്ലാം നല്ല രസമാണ്. ഇനി നമ്മൾ പോകുന്നതാണ്, ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങി പോകുന്നതാണ് പക്ഷി സങ്കേതം. കണ്ടൽ ചെടികളാണ് ആ കാണുന്നത്. തോണിക്കാരൻ പറഞ്ഞതുപോലെ വിവിധ തരം കണ്ടൽ ചെടികളുടെ അടിയിലൂടെയാണ് ഈ പോകുന്നത്. ഇത് ഞങ്ങളെ മുന്നിൽ പോകുന്നൊരു തോണിക്കാരനാണ്. അത് 2 ഫാമിലികൾ. എല്ലാം നല്ല രസമുള്ള അനുഭവം തന്നെയാണ്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ വീഡിയോ എടുക്കുന്ന മൊബൈലിൽ ചാർജ് തീർന്നു തുടങ്ങി. അപ്പോൾ കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഈ പറഞ്ഞ പക്ഷി സങ്കേതങ്ങളൊന്നും കൂടുതൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിലാണ്. ആ ദൂരെയാണ് കടലുണ്ടി പാലമുള്ളത്, ട്രെയിൻ പോകുന്ന പാലം. ആ പാലത്തിൽ നിന്നാണ് മുൻപ് ട്രെയിൻ മറിഞ്ഞ് വലിയൊരു അപകടമുണ്ടായ സ്ഥലം. അപ്പം ഈ കാണുന്നതാണ് കണ്ടൽ ചെടികൾ. കണ്ടൽ ചെടി അതിൻ്റെ ഉള്ളിലൂടെയും യാത്ര പോകുന്നുണ്ട്. അതൊന്നും നമ്മൾക്കിപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. ഇതിപ്പോൾ ചാർജ് തീർന്നിരിക്കുകയാണ്. വേലിയിറക്കവും വേലിയേറ്റവും ഉള്ള സമയം നോക്കി വരാൻ ശ്രദ്ധിക്കുക. വേലിയേറ്റമുള്ളപ്പോഴാണ് നമുക്ക് കണ്ടൽ കാടിനുള്ളിലൂടെ തോണിൽ സഞ്ചരിക്കാൻ കഴിയുക. ഇല്ലെങ്കിൽ ചുറ്റുഭാഗം പക്ഷി സങ്കേതം മറ്റതൊക്കെ കണ്ടു മടങ്ങാനേ പറ്റുള്ളൂ. അപ്പോൾ